ഹായ് നമസ്കാരം. ഞാൻ ഷംസു മാജിക് വ്ളോഗ്. ഞാനിപ്പോൾ ഉള്ളത് പാപ്പിനിപ്പാറയാണ്. പാപ്പിനിപ്പാറ അതായത് പൂക്കുട്ടലിലേക്ക് പോകുമ്പോൾ പാപ്പിനിപ്പാറ അങ്ങാടി കഴിഞ്ഞ് കുറച്ച് മേലെ. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതിലെ പോകുന്ന വാഹനങ്ങളുടെ ഒരു ഏകദേശം കണക്ക്. അതായത് ഇപ്പോൾ ഇത് ഉൾഭാഗത്തുള്ള റോഡാണ് എന്ന് പറഞ്ഞാൽ മഞ്ചേരിയിൽ നിന്ന് പൂക്കുട്ടലിലേക്ക് പോകുന്ന റോഡാണ്. മലപ്പുറത്തേക്ക് ഇതിലെ പോകാം, കോഴിക്കോട്ടേക്ക് ഇതിലെ പോകാം, അതുപോലെ പൂക്കോട്ടൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് മഞ്ചേരി ഭാഗത്തേക്കും മലപ്പുറം ഭാഗത്തേക്കും ഒക്കെ ഇതിലെ പോകാം. പക്ഷേ ഇതിൽ കൂടുതലും പോകുന്നത് പൂക്കോട്ടൂർ നിന്ന് മഞ്ചേരിയിലേക്കായിരിക്കും. കാരണം പൂക്കോട്ടൂർ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്നവർക്ക് സുഖമാണ്. അതുപോലെ തന്നെ മഞ്ചേരി പറഞ്ഞ് പൂക്കോട്ടൂരിലേക്ക് പോകുന്നവർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു ഷോർട്ടാണ്. റോഡ് നല്ല റോഡാണ്. പക്ഷേ ഈ ഭാഗത്തോടുള്ള വാഹനങ്ങളുടെ ഒരു എണ്ണം ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാറ് വരുന്നുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു 3 മിനിറ്റ് കണക്കാക്കാം. ഈ 3 മിനിറ്റിൽ പോകുന്ന വാഹനങ്ങളുടെ ഒരു എണ്ണം ഏകദേശം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു കാറ് പോയി, 1, 2 ബൈക്ക് വരുന്നുണ്ട്, 3, പിന്നാലെ ഒരു കാറ് വരുന്നുണ്ട്. അതും ഇങ്ങോട്ട് വരുന്നത്, അതായത് എൻ്റെ സൈഡിൽ കൂടെ, ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്നതാണ്. റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത് ഇപ്പോൾ ഒന്നും പോയിട്ടില്ല. ഇനി നോക്കൂ, അത് ഒരു ബൈക്ക് വരുന്നു. ഇപ്പോൾ 6 വാഹനമായില്ലേ, 6. ഇനി അതേപോലെ തന്നെ നമ്മൾക്ക് ഇത് ശരിക്ക് അവിടെ കുട്ടികൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ഒരു വാഹനം അങ്ങോട്ട് പോയി, 7. 3 മിനിറ്റാണ് ഈ വീഡിയോ. ആ 3 മിനിറ്റിൽ പോകുന്ന വാഹനം 8. ഒരു കാറ് വരുന്നുണ്ട്, 8. അപ്പോൾ എല്ലാ ഭാഗത്തും കൂടെ വാഹനങ്ങളുടെ അതിപ്രസരമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് 8. ഒരു ബൈക്ക് അങ്ങോട്ട് പോകുന്നു. ഒരു ബൈക്കാണ് പോകുന്നത്. ഒരു ബൈക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, 9. ഒരു ബൈക്ക് തിരിക്കുകയാണ്, ഇദ്ദേഹം തിരിക്കുകയാണ്. ഓക്കെ, അദ്ദേഹം അവിടെ തിരിച്ചു. എന്തോ സാധനം മറന്നതാണ്. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന വഴിയാണ്. ഇത് വരുന്നു 10ാമത്തെ വണ്ടി, വരുന്നു 11ാമത്തെ വണ്ടി പോകുന്നു. നമുക്ക് 3 മിനിറ്റ് കൊണ്ട് പോകുന്ന ഏകദേശം ഒരു വണ്ടിയുടെ കണക്കാണ്. ഇപ്പോൾ കുട്ടികൾ ഇതിൽ നടന്നു വരുന്നുണ്ട്. നല്ല സ്പീഡായിട്ടാണ് പോകുന്നത്. കാരണം നല്ല റോഡ്, റബ്ബറൈസ്ഡ് റോഡായതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് നല്ല വേഗതയാണ്. ബുള്ളറ്റൊക്കെ അങ്ങനെ പാറിപ്പറന്ന നേരത്തെ പോയത്. അത് കണ്ടപ്പോഴാണ് എനിക്കിത് വീഡിയോ ചെയ്യണം തോന്നിയത്. അതുപോലെ കാറ്, ഞങ്ങളിവിടെ ക്ലീനിങ് ജോലിക്ക് വന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കാറ് ഉരസിപ്പോയി. ഞാൻ കൊട്ടയും പിടിച്ച് വരുന്ന സമയത്ത് ഉരസിപ്പോയി. അതുപോലെ മറ്റൊരു വാഹനം. കുട്ടികൾ ഈ വെള്ളവരൊക്കെ കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് വേണം നടക്കാൻ. കാരണം കുട്ടികളെ വെള്ളവരം ഒക്കെയാണ് നടക്കുന്നത്. കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കേണ്ട അത്യാവശ്യം. അതുകൊണ്ട് ബുള്ളറ്റ് ചീറിപ്പോഞ്ഞ് പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ വീഡിയോ 3 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഹനങ്ങൾ എല്ലാ റോഡിനും, ഏത് ഉൾഭാഗത്തായിക്കോട്ടെ, വാഹനങ്ങളുടെ അതിപ്രസരം പോകുന്നു, കാറ് പോകുന്നു. അപ്പോഴേക്ക് കണ്ടോ, ഇപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴേക്ക് വാഹനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നു, ഗുഡ്സ് വരുന്നു, ബൈക്ക് വരുന്നു, ഒരു സ്കൂട്ടർ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ 3 മിനിറ്റും 16 സെക്കൻഡുമായി. ഏതായാലും ഞാൻ വീഡിയോ അവിടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് റോഡായാലും നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ ഡ്രൈവ് ചെയ്യുക. കുട്ടികളും യാത്രക്കാരും പ്രത്യേകിച്ച് ഈ സമയം സ്കൂളിലേക്ക് പോകുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം വാഹനങ്ങൾ ഓടിക്കാൻ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.